നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കപ്പുറമുള്ള കച്ചേരിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഇന്നലെ ഒരു കാട്ടാന ചെരിഞ്ഞു. ഒരു കശുവണ്ടിത്തോട്ടത്തിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഒറ്റപ്ലാവ് ബേബി എന്ന് പറയുന്ന ചേട്ടൻ്റെ ഒരു പറമ്പിലാണ് ഈ സംഭവം നടന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ തൊട്ട് പുറകിലുള്ള കശുമാവിൻ തോട്ടത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ മെയിൻ റോഡാണ് ഇത്. നമുക്ക് ഏതായാലും ആ ഒരു ലൊക്കേഷൻ പോയി കാണാം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കശുമാവിൻ തോട്ടത്തിലാണ് ഉള്ളത്. നമുക്കിതിൽ ഒരു നടപ്പാതയുണ്ട്. നമുക്കിതിൽ നടന്ന് ഇങ്ങനെ പോയാൽ ഈ ഒരു സ്ഥലത്തെത്തുന്നതാണ്. ഇവിടെ മുഴുവൻ കശുമാവിൻ തോട്ടങ്ങളാണ്. നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഇന്നലെ അവിടെ ആന ചെരിഞ്ഞ് കിടന്നിരുന്ന ആ ഒരു വിഷ്വൽസ് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അതൊരു കാര്യമാണല്ലോ. അതന്നെ ഇതാ വേറെ പ്രശ്നം പറഞ്ഞ എടുത്തെടുത്തോ. പിന്നെ ആ ചീങ്കാലുണ്ട്. വണ്ടി വണ്ടിയുടെ സൈഡ് വെച്ചാൽ കേട്ടാ ഇനി വലിക്കണ്ട. അങ്ങനെ ഒരു ആനയോട്ടം കിട്ടിയല്ലേ? ഒരു മരത്തിന് വെച്ചിലൂടെ അല്ലേ? You see that there's mangoes right on that side. I think these animals are coming to eat these mangoes from here. കഴിയുന്നില്ലല്ലോ. കല്ലുമല് വീണിട്ട് ആ കല്ലുമല് ഇങ്ങോട്ട് മറിക്കണം അല്ലേ? കല്ലുമല് നല്ല കൂടുതൽ കല്ലുമല് വീണ്ടോ? അല്ല ചെയ്താലിക്ക് ഇതുവരെ അടിക്കാൻ പറ്റില്ല. അയ്യോ കേട്ടോ. തല്ലണ്ട തല്ലണ്ട. നിങ്ങൾ കണ്ടല്ലോ ആ ഒരു വിഷ്വൽസ് നടന്ന് അല്ലെങ്കിൽ ആന ചെരിഞ്ഞ് കിടന്ന് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ മുഴുവൻ കശുവണ്ടിത്തോട്ടം തന്നെയാണ്. റോട്ടിൽ നിന്ന് ഒരു ശകലം ഉള്ളിലേക്ക് കയറിയാൽ മതി. എങ്ങനെയാ? ബേബി 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 ആണല്ലേ. അപ്പോൾ ഈ സ്ഥലം ആരുടെയാണ് ശരിക്കും? ഒറ്റപ്പിളക്കൽ ബേബി ചേട്ടൻ അല്ല. ചേട്ടൻ ഇവിടെ ഞാനിവിടെ ജോലി ചെയ്യുന്ന.
ഇവിടെ മൊത്തം കശുവണ്ടി തോട്ടമാണോ? കശുവണ്ടി ഈ ഭാഗമെല്ലാം കശുവണ്ടി, ആ പിന്നെ അങ്ങോട്ട് റബ്ബർ. അല്ല ഇപ്പം ആന ഇവിടെ വന്ന് ഈ ഭാഗമെല്ലാം കശുവണ്ടി തോട്ടം. കശുവണ്ടി തോട്ടം. ഇപ്പോൾ ആന ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട്? എല്ലാ ദിവസവും ഉണ്ട്. ഇന്നലെ വന്നു. ഇന്നലെ വന്നല്ലേ? അതായത് ഇന്നലെ ആന ചെരിഞ്ഞ ആ ദിവസം തന്നെ പിന്നെയും വന്നല്ലേ? പിന്നെയും വന്നു. ഓഹോ. ഇത് എവിടുന്ന ഇത് ശരിക്കും ഇറങ്ങി വരുന്നത്? ഇത് വാരാപ്പള്ളിൻ്റെ അപ്പോൾ കർണാടക ഫോറസ്റ്റിൽ നിന്നാണ് കയറി ആ പുഴ കടന്നാണ് വരുന്നതല്ലേ? കൂട്ടായിട്ട് വരുന്നത്? കൂട്ടായിട്ട് വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓടിക്കാനൊന്നും പറ്റില്ല. ഓടിക്കാനോ ഒന്നും പറ്റില്ല. ആന കൂട്ടമായിട്ടൊന്നും ശല്യമാണ്. ആണല്ലേ? ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഒരു ആനശല്യം തുടങ്ങിയിട്ട്? ആനശല്യം ഈ മഴക്കാലം പോയി കഴിഞ്ഞാൽ വലിയ മഴക്കാലത്ത് ഉണ്ടാവുകയല്ല. ഇപ്പം പുഴ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാനും പിന്നെ തീറ്റയില്ല കാട്ടിൽ. അതെ അതെ. ചക്കയും മാങ്ങയും തീറ്റയില്ലാത്തതുകൊണ്ട് നേരെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പുഴ കിടന്ന് ഇങ്ങോട്ട് വരും. പിന്നെ തീറ്റയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടും കയറും. കൂടുതലും തീറ്റയില്ലാത്തതുകൊണ്ട് തീറ്റയില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ തിന്നുന്ന കശുമാങ്ങയും ഈ ചക്കയും. ഇവിടെ വന്ന് കശുമാവ് അണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് തിന്നുന്നുണ്ട്. അണ്ടി മൊത്തം ഇന്നലെ 10-60 അണ്ടി കിട്ടുന്നായിരുന്നു ഇന്നലെ ഇവിടെ പെറുക്കുമ്പോൾ. ഇന്നലെ 15 അണ്ടി പോലും കിട്ടിയില്ല. ഓ, അത്രയൊക്കെ തിന്നൂലത്? ഇവിടെയാണ് കിടന്ന്. ഇവിടെ കിടന്നേ? ഇവിടെ ഈ ഒരു പ്രദേശം കണ്ട ആന വരുന്ന സ്ഥലം തോന്നിയല്ലേ? കാണിച്ചു തരാം. അവിടെ നിന്ന് ഓടി വന്നിട്ട് ഇവിടെയാണ് വന്ന് ചെരിഞ്ഞത്. ഇവിടെയാണ് ചെരിഞ്ഞ്. ഇവിടെയാണ് ചെരിഞ്ഞത്. ഇവിടെ കിടന്നല്ലേ? അതിലേ കയറി വന്ന സ്ഥലം കാണിച്ചു. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കിടന്നേ. നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ആന ഇന്നലെ കിടന്നിരുന്നത്. ഇത് ചോരപ്പാടായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ചോരപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏത് ഭാഗത്തു നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ആ ഭാഗത്തുനിന്നാ? ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട വിഷ്വൽസിലുള്ള ആ ഒരു സ്ഥലം കേട്ടോ ഇത്. ഇത് നിരപ്പാക്കിയിട്ട് വണ്ടിയെ കയറ്റിയതാ. അവിടെ വണ്ടി കയറ്റാൻ എളുപ്പത്തിനല്ലേ? താഴെ ഭാഗത്തു നിന്ന് കയറി ഉണ്ടോ? ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഒടിച്ചിട്ടിരിക്കും കേട്ടോ. അതാ പുഴ. അവിടുന്ന് ഓടി അവിടുന്ന് വന്ന് ഇതിലെയാണ് കയറി ഇങ്ങോട്ട് കയറി. ഈ കയറ്റം കയറി ഇങ്ങോട്ട് വന്നത് ഇതുണ്ട്. ഈ ചാല് പോലെ കാണുന്നില്ലേ? അതിലാണ് ഇതാണ് കയറി വന്നത്. ഇതൊക്കെ ആ കൊടുത്തി ഓടിച്ചാ? അതിൽ ഇത് മൊത്തം ആന കയറി വന്ന ഭാഗമായത്. ആണല്ലേ? സ്ഥലമായത്. ഇതുണ്ട് ആണ്ടി എടുക്കുന്ന ഭാഗം. ഇന്നലെ ഇങ്ങനെ അണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഒറ്റ അണ്ടിയായിരുന്നു. എല്ലാം പറക്കി തിന്നിട്ടാണ് പോകുന്നത്. ആണല്ലേ? അതിലെ കയറി ഇങ്ങനെ വന്നിട്ട് അവിടെ പോയി തിരികെ ചെയ്ത് ഇങ്ങനെ ഇതിലേ കയറുമല്ലേ? ഇവിടെയൊക്കെ കപ്പളമൊക്കെ ഒടിച്ചിട്ടേക്കാം കേട്ടോ. ഇതൊക്കെ കപ്പളമാണ്. ഇതാ വാഴ ഇതെല്ലാം തിന്ന്. ഇത് കൂട്ടയുള്ള ആനകൾ തിന്നുന്നത്. കൂട്ടയാന നശിപ്പിക്കുന്ന കൂട്ടയുള്ള. ഇതൊക്കെ ഇന്നലെ തന്നെ നശിപ്പിച്ചാ? മിനിങ്ങാന്ന് നശിപ്പിച്ചത്. ഇതൊക്കെ മിനിങ്ങാന്ന് നശിപ്പിച്ച കേട്ടോ. ഇന്നലെ വെളുപ്പിനാണ് ആന ചെരിഞ്ഞത്. വാഴ ഏറ്റവും കൂടുതൽ തിന്നുന്നത്. വാഴ അല്ലേ? ഇവിടെയൊക്കെ നിന്ന് വാഴ കംപ്ലീറ്റ് തിന്നു. അതിൻ്റെ പിണ്ടി മൊത്തം തിന്നല്ലേ? പിന്നെ ഈ ഫോറസ്റ്റുകാർ ഇത് കണ്ടിട്ട് അവരെന്തേലും പറഞ്ഞോ? അതായത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ചത്തേൻ്റെ കാരണം? ചത്തേൻ്റെ കാരണം അവരൊന്നും ഇവിടെ നിന്നും പറഞ്ഞിട്ടില്ല. അല്ലേ? പിന്നെ പേപ്പറിൽ മറ്റേ അവരിന്ന് പേപ്പറിൽ ന്യൂസ് വിട്ടേക്കുന്ന മറ്റേ ആന്തരാവയവങ്ങളിലെ ബാക്ടീരിയ എന്നാണ് പറഞ്ഞത്. ബാക്ടീരിയ? പകല് ആന കാണിയല്ലോ അല്ലേ? പകലാണ്. പകൽ പേടിക്കൊന്നുമില്ല. ഇതൊക്കെ കയറി വരുന്ന വഴിയായിരിക്കും അല്ലേ? അത് ആന നമുക്ക് മനുഷ്യന് പോലും കയറി നണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇതുണ്ടോ? ഇങ്ങനത്തെ ഒരു ചാല് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുക. അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ഇവിടെ അണ്ടി വറക്കാൻ വരുന്ന? ഇല്ല, ഞങ്ങൾ ഇപ്പം എല്ലാ ദിവസവും ഇല്ല. ഇപ്പം അണ്ടി കുറവായതുകൊണ്ട് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേ വരുള്ളൂ. നമുക്കിനി ആന കയറി വന്ന അരി പോയി ഒന്ന് കാണാൻ പോട്ടോ. ഇല്ലല്ലോ, അത് ചെരുപ്പ് തന്നെ. റബ്ബർ തോട്ടം അല്ലേ? കൊട്ടിയരിക്ക് ആനയുടെ കേന്ദ്രമല്ലേ? ഇവിടെ റബ്ബർ തോട്ടമുണ്ട്. തൊട്ടിപ്പുറേ കശുമാവിൻ തോട്ടമുണ്ട്. നമുക്ക് ഈ ഒരു പറമ്പിൻ്റെ തൊട്ട് താഴെ ഭാഗം നമുക്ക് കാണാം. അവിടെ നിന്ന് കയറി ഇതിലേ വന്ന് ഇവിടെയൊക്കെ പിണ്ടമിട്ട് ഇവിടെ നിന്നൊക്കെ തിന്നു പോകുന്ന ആണല്ലേ? ഇത് ആനപ്പിണ്ട ഇട്ടിട്ട് പോകുന്ന. ഞങ്ങളത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് അണ്ടി വർക്ക് ചെയ്താണ്. കണ്ടോ? ആ ഒരു കയറ്റത്തിൽ കൂടെയാണ് ഇതല്ല കാര് കണ്ടോ? ഇതിലാണ് ആന കയറി പോകുന്നത് കേട്ടോ. ഈ ഭാഗത്തേക്കും വരും അല്ലേ? ഇവിടെ തോറിട്ട് പോയേക്കുന്നത്. അതല്ലേ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് കശുവണ്ടി ഉണ്ടായിരിക്കുമല്ലോ. അത് ഞങ്ങൾ പൊടിച്ച് പറിക്കുക. പറക്കിയെടുത്തല്ലേ? അല്ലേ എന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. കാണിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ? എന്താ കശുവണ്ടി ഉള്ള പിണ്ടം വല്ലതും? ഉണ്ട്. ഞങ്ങൾ പിന്നെ കാണുമ്പോൾ അതെല്ലാം ചവിട്ടി പിടിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് അവിടെ വന്ന് ചെരിഞ്ഞാണ് ഈ വഴിക്ക് കയറി പോയതാണ്.
കയറിപ്പോയല്ലേ? ഒരു കൂട്ടയാനയായിരുന്നു. നല്ല ഇറക്കം കേട്ടോ, നമുക്ക് തന്നെ നടന്നിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനൊക്കെ മുന്നിൽ പെട്ട നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. മുന്നിൽ പെട്ടാൽ പെട്ട് പോയത് തന്നെ. ഇവിടുന്ന് ഓടാൻ പറ്റില്ല, ആന ഓടി വരും. ആന നിമിഷം കൊണ്ട് നമ്മുടെ കാഴ്ചയോട്ടിലെത്തും. അതെ അതെ. ഇറക്കമാണെങ്കിൽ കുത്തിയെന്ന് ഇറങ്ങി വരുള്ളൂ, കയറ്റം അടിച്ചുവിട്ട് കയറി വരും. രാത്രി ആയി കഴിഞ്ഞാൽ ആനകത്തില്ലുണ്ട്. പകലും വരും. പകല് വരാറുണ്ടോ? ആ പകലും ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പം വെള്ളം കുടിക്കാൻ വേണ്ടി. എല്ലാവരും സൈലൻ്റ് ആയതിനു ശേഷം ഇറങ്ങുള്ളൂ അല്ലേ? നടന്നു പോക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. സ്പീഡിലങ്ങ് ഇറങ്ങിയാൽ മതി. നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ട് ഇവർ സ്ഥിരം നടക്കുന്നതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇതുപോലത്തെ കരികല് ആയതുകൊണ്ട് തെന്നി പോവാണ്. എൻ്റെ അമ്മ, അവിടുന്ന് ആ പുഴ കടന്ന് ഇതിലെ കയറിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ അതെല്ലാം പെടുത്തി അത് അങ്ങനെയാണ് കയറിയ മുകളിൽ. നമുക്ക് പുഴയുടെ സൈഡിൽ ഇന്ന് എങ്ങനെയാണ് ആന ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് നോക്കാം. ഈ ഒരു പറമ്പിൽ മാത്രമുള്ള പല പറമ്പിലും ഉണ്ടാവില്ലേ? എല്ലാ പറമ്പിലും മലയ്ക്കകത്ത് മലഭാഗത്ത് വേറെ ഉണ്ടാകും. ഇത് ഇവിടുന്ന് വരുന്ന ആന. പിന്നെ എല്ലാവരും അപ്പുറത്തെ ആറളംപാവിൽ അങ്ങനെ കൊണ്ടുവിട്ടേക്കുന്ന ആനകളുണ്ട് വേറെ. അതാ മലഭാഗത്ത് മൊത്തം ഉണ്ട്. ഇവിടെ അതും കൂട്ടയാനയാണ്. ഇതിലെല്ലാം ആന വന്നിട്ട് തോറിയിട്ട് പോയതാണ് കഴിഞ്ഞ ആഴ്ച. ഏതാ? ആ ഇതല്ലേ ആനപ്പിണ്ടം. ഇവിടെയൊക്കെ കാണാം കേട്ടോ ആനപ്പിണ്ടം കിടക്കുന്നത്. പൊളിച്ചു നോക്കിയാൽ കാണാമെന്നല്ലേ? ഇതില്ല. ഇങ്ങനെ വണ്ടി വർക്ക് ഇങ്ങനെ ആക്കിയില്ലേ? നിങ്ങൾ ചെറുക്കുമ്പോൾ പൊടിച്ചു നോക്കിയിട്ട് കഷ്ടമല്ലേ? ആനപ്പിണ്ടം നോക്കി പോകേണ്ട അവസ്ഥയായില്ലേ? ആ, വണ്ടി വർക്ക് ഞങ്ങൾ പേടിച്ചാണ് വണ്ടി വറുക്കുന്നത്. ഇത് നിന്നാൽ കാണുകയില്ല. പകലും? ആ പകല് ഞങ്ങൾ രാവിലെ 6 മണിക്ക് 7 മണിയാകുമ്പോൾ വണ്ടി വറുക്കാൻ വരുമല്ലോ ഇവിടെ. അന്നേരം ഞങ്ങളിങ്ങനെ ഭയങ്കര മണമായിരിക്കും ആനയുടെ ചൂരിൻ മണം. അവിടെ ഞങ്ങളിങ്ങനെ നോക്കി കുറേ നിന്നിട്ട് പകല് കാണിയാലായിരിക്കും അല്ലേ? ഇല്ല ഇപ്പം കാണുകയില്ല. അത് പേടിക്കണ്ട. തീരുമാനമാവും. ഈ ഒരു വഴിയാട്ടോ ആന വരുന്നത്. കറക്റ്റ് ആന വരുന്ന ആനത്താര പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ് ആ വന്ന വരവന് വന്ന് ഒടിച്ചിട്ട് പോയത് ഇതല്ല. ആരവനല്ലേ? കമ്പ് ഒടിച്ചിട്ടിരിക്കുന്നു. ചോറി മാവിൻ്റെ ഇതൊക്കെ ഒടിച്ചിട്ടേക്കുന്നല്ലേ? അതിനകത്ത് തണ്ടിയുണ്ട്. അതിനകത്ത് മൊത്തം വണ്ടിയാ. ഇത് കഴിഞ്ഞ ദിവസം തന്നെയാ? ആ ഇത് ഈ ആന ചത്തി അന്നത്തെ വണ്ടിയാ. ഇതിനകത്ത് മൊത്തം വണ്ടി കിടക്കുന്നത്. ആനപ്പിണ്ടം കേട്ടോ കാണുന്നത്. ഇതുണ്ട് വണ്ടി കിടക്കുന്നത്. വണ്ടി കിടക്കുന്നുണ്ടോ? അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇത് കാണാതെ വിട്ടുപോയതായിരിക്കും അല്ലേ? ആ ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല. 2 ദിവസം മഴ പെയ്താൽ മുളച്ചും വരും അല്ലേ? അത് മുളയ്ക്കും. ഇത് മഞ്ഞ കളറാവും. ഞങ്ങൾ പേടിച്ചാണ് വണ്ടി വറുക്കുന്നത്. ഇത് ആന നിൽക്കുന്നത് ആരും അറിയില്ല, കാണുകയില്ല. ഉണ്ടാ നിൽക്കും. അതാ ഞാൻ നിൽക്കും. ഇന്നലെ കണ്ടില്ല ഒരു ക്യാമറാമാനെ. ആ അതൊരു ക്യാമറാമാനെ ആന ഇവിടെ മറ്റേ കാട്ടാന ദൃശ്യം എടുത്തപ്പം എടുത്തോണ്ടിരുന്നപ്പോൾ ഞാനും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരും എന്നോട് ഇതാ പറയുന്നത്, സൂക്ഷിച്ചു പോകണം. ഇതൊക്കെ ആന നടന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ ഇന്ന് രാവിലത്തെ കേട്ടോ. ഇന്നും വന്നായിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തില്ലേ? ഇതൊക്കെ ഇന്ന് ചവിട്ടിപ്പോയ പാടുകളുണ്ട് കേട്ടോ. ഇവിടെ ഇതുണ്ടോ ഒറ്റ പാട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ പറമ്പ് തന്നെയാ? ഇതെല്ലാം പുള്ളിയുടെ പറമ്പാ. ആണല്ലേ? ഇതെങ്ങനെ പുഴ കയറി ഒഴുകി ഇങ്ങനെ ആയതാ? ആ മറ്റേ വെള്ളപ്പൊക്കത്തിലായതല്ലേ? ആ വെള്ളപ്പൊക്കത്തിനായതാ. ഇപ്പം ഇന്ന് രാത്രിക്ക് ആന കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ വന്ന വഴിക്ക് കുറേ വണ്ടി കണ്ടില്ലേ? അതൊക്കെ ഒന്നും കാണില്ല. ഈ തേക്കല ഇന്നലെ ഒടിച്ചിട്ട് പോയതാ. ഓ ഇതൊക്കെ ഇന്നലെ ഒടിച്ചാലേ ഉണ്ടോ? തേക്കൊക്കെ ഒടിച്ചിട്ട് പോകണം. കശുമാവ് ഒടിച്ചും കളയുന്നുണ്ടല്ലേ? കശുമാവ് മൊത്തം ഒടിച്ചു. എൻ്റെ അടിയിലത്തെ കമ്പ് മൊത്തം ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ മുഴുവൻ വെട്ടി ഇതെല്ലാം ഒടിച്ച് തേക്കൊക്കെ ഒടിച്ച് കളഞ്ഞു. മൊത്തം ഒടിച്ച് കളഞ്ഞേക്കുന്നല്ലേ? കാണാം കേട്ടോ. ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ എല്ലാം തിന്നു. ഇതെല്ലാം ആന ചായച്ച് പോകുന്ന ഭാഗമാണ്. ഇതിലിങ്ങനെ ഇറങ്ങുന്നത്? ആ ഇതിൽ ഇറങ്ങി ചവിട്ടി പോകുന്ന ഭാഗമാണ്. കാൽപ്പാട് നോക്കി എത്ര എണ്ണമാണ്, എന്തേരം കാൽപ്പാടാന്ന് നോക്കി. അയ്യോ, അവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സൂക്ഷിച്ച് പേടിച്ചൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പുള്ളി ആനയില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതുപോലത്തെ സ്ഥലത്തോടെയാണ് പോയിക്കൊണ്ട്. ഇത് വരുമ്പോൾ ആന മുതു വരയ്ക്കുന്നതായത്. വരയ്ക്കുന്നല്ലേ? വരച്ച് ഇതുണ്ടോ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തൊലിയൊക്കെ കംപ്ലീറ്റ് വരച്ച് ഇവിടെയും കാണാം. ഇതുപോലെ തന്നെ ആന വരച്ച് എൻ്റെ തോല് പോകുന്ന കേട്ടോ. ഇതിലേക്ക് ചോറിയിട്ട് ഇവിടെ എല്ലാം മുതു വരയ്ക്കുന്നതായത് എല്ലാം ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടല്ലേ? കാണാം ഇവിടെ പോകുന്ന മരമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഈ ഉള്ള കശുമാന്തോട്ടം തീർന്നു കഴിഞ്ഞല്ലേ? ഇനി ഇവര് കൃഷി ചെയ്യാനായിരിക്കും അല്ലേ? അത് ഞാൻ പിന്നെ ഇല്ലേ ഇപ്പൊ ഈ പണ്ടി കിടക്കുന്നില്ലേ? ഇന്ന് കയറിയ ഇതൊന്നും കാണില്ല. ഇന്ന് കയറിയാൽ ഈ നാളെ രാവിലെ ഇതൊന്നും കാണില്ല. കംപ്ലീറ്റ് തിന്നും. ഇതിന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് പകൽ വീണേക്കുന്നതാണ്. ഈ മുളയെല്ലാം വെച്ച് പറിച്ചിട്ട് കുടിച്ചിട്ട് തിന്നാ.
ഇതൊക്കെ ഞങ്ങൾ ചവിട്ടി പിടിച്ച് ഇവിടെ രാത്രി ആൾ കിടക്കുന്നുണ്ട്. പിന്നെ തണ്ടി പെറുക്കിയതാ. ഇല്ല ഇപ്പം പേടിച്ചിട്ടാരും കിടക്കുന്നില്ല. വാഴ എളുപ്പം കിടക്കുമായിരുന്നു. ഇപ്പോൾ വാഴയ്ക്ക് കാവലൊന്നും ഇല്ല. ആരാ വാഴ ഇളപ്പല്ലേ? ഇവിടെ വാഴ ഉണ്ടായിരുന്നു. ആ വാഴ ഉണ്ടായിരുന്നു. വാഴ മൊത്തം ഫുള്ള് വാഴയായിരുന്നു. വാഴ മൊത്തം ആന വാഴയുടെ അല്ലേ? കാണും പറയാം വാഴ വാഴ മൊത്തം ആന കളഞ്ഞു. ഈ മുളയെല്ലാം തിന്നിട്ട് പോയേക്കുന്ന ഇതെല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നതെന്ന്. ഇത് മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് ഇവിടെ നിന്നിട്ട് ഇത് മൊത്തം പുള്ളിക്ക് മൊത്തം ഉള്ളത് 40 ഏക്കർ കണ്ട. 40? ആ ഇവിടെ നിന്നിട്ട് ഈ പുറ സൈഡ് തൊട്ട് അങ്ങ് മണ്ട അങ്ങ് മുകളിൽ പെരയ്ക്ക് മുകളിൽ അങ്ങ് വരെ. ഉണങ്ങിയതൊന്നും വേണ്ടല്ലേ പുള്ളിക്ക്? ഉണങ്ങിയതൊന്നുമില്ല, പച്ച മാത്രല്ലേ? അതിലേ കയറി പോയതാ. ഇതുകൊണ്ട് ചാല് പോകുന്ന വഴിയില്ലേ? അങ്ങനെ പോയി പുഴയെ കൂടെ ഇറങ്ങി അങ്ങ് പോകും. കണ്ടോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വഴി കണ്ടോ, കയറി പോകുന്ന വഴി കണ്ടോ. ഈ തോട്ടം മൊത്തം നിരന്ന് ഒരു 8-10 ആന കാണും. 10 ആനയല്ലേ? ഇതെല്ലാം ഒടിച്ചിരുന്നു. എല്ലാം ഒടിച്ചിരുന്നത് ഇത് നോക്കി കംപ്ലീറ്റ് ഒടിച്ചേക്കും കേട്ടോ. കാണുമ്പോൾ അറിയാം. കൃഷി മരിച്ചു കേട്ടോ, അതൊരു സംശയമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഏകദേശം ഇതിപ്പോൾ ഇങ്ങനെ പറമ്പ് നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി കാണും ചേട്ടാ? ഞാനിവിടെ പണിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം 8-10 കൊല്ലമായി. അന്ന് തൊട്ട് ആന ശല്യം ഇവിടെ ഉണ്ട് എപ്പോഴും. ആണല്ലേ? ഇതിലെല്ലാം കയറി നടന്ന് അതിലേക്ക് കയറി വരാനുള്ള എളുപ്പമാണല്ലോ ഇത് ഇങ്ങോട്ട്. ഇതെല്ലാം ആന പോകുന്ന വഴികളല്ലേ? ഇതെല്ലാം ഇതൊക്കെ പട്ടയുള്ള സ്ഥലമായത്. ഇതെല്ലാം പട്ടയുള്ള സ്ഥലം? അതൊക്കെ പട്ടയുള്ള സ്ഥലം. അതൊക്കെ വെള്ളം കയറി പോയതാണ്. മറ്റേ വെട്ടിക്കാടി വെള്ളപ്പൊക്കത്തിൽ ഇതുണ്ട്. അവിടെ എല്ലാം കയ്യാല വെച്ചിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. തൊഴിലുറപ്പാട് കയ്യാല കഴിഞ്ഞാലും വെച്ചാൽ ഇവിടെ മൊത്തം ഇവിടെ ഫുള്ള് ഇതുപോലെ അശോകത്തോട്ടായിരുന്നു. അതും ആണല്ലേ? എല്ലാം മൊത്തം പോയത് വെള്ളപ്പൊക്കത്തിൽ പോയതുകൊണ്ടല്ലേ? ഇതിനപ്പുറത്ത് മറ്റേ കറണ്ട് ഫെൻസിങ് ഒന്നുമില്ല? ഇല്ലില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതിന് വെക്കണമെന്നൊന്നും പറയുന്നൊന്നുമില്ലേ? ഇത് ഫോറസ്റ്റുകാരോട് ആരോട് പറയണ്ടേ? ഇന്നലെ വന്ന കാൽപ്പാടാണ് ഇത്. ഇന്നലെ കാൽപ്പാട് കണ്ടോ? വലിയ കാൽപ്പാടാട്ടോ. ഞാനൊരു കാല് വെച്ച് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയാൽ എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. ഇതിലൊക്കെ നടന്ന് പോയിട്ടുണ്ട് കേട്ടോ. കൊക്കോയൊക്കെ തീർക്കൂല്ലേ? എല്ലാ സാധനവും തീർക്കും. ഒരു സാധനമാക്കിയില്ലല്ലേ? ഇപ്പോൾ കൊക്ക കിട്ടാറുണ്ടോ വല്ലോ? കൊക്കോ അതൊന്ന് പറിച്ചെടുക്കും. ഇത് പഴുത്താലേ പറിക്കുള്ളൂ? പഴുക്കാതെ പറിക്കാം. ഇതൊക്കെ ഇന്നലെ വന്നേക്കുന്ന കേട്ടോ. വലിയ ആനയാണ് കേട്ടോ. ഇതിനകത്തൊക്കെ ഭംഗിയൊന്നും കാണുകയില്ല. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാൽ കാണുകയില്ല. പകരമുണ്ടായല്ലോ അല്ലേ? ഇല്ല, ഇപ്പം പേടിക്കണ്ട. അപ്പം അത് കൊമ്പിട്ട് കുത്തിയിട്ടാക്ക് മറിക്കാൻ നോക്കുന്നതായത് ഈ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലോ കൊമ്പിട്ട് കുത്തിയിട്ട് ആനയുടെ കാൽപ്പാട് കണ്ടോ ഇവിടെ? ഇതിലെ ഇറങ്ങിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് കൊമ്പിട്ട് കുത്തിയതാണ് ഈ കാണുന്നത്. കുറേ ശ്രമം പുള്ളി നടത്തുന്നുണ്ട്. ഇതണ്ട മുകളിൽ ചക്ക കാണാം. കിട്ടാത്തതുകൊണ്ടാണ്. എന്നാലും അത് മറിച്ചിടാൻ ചാൻസ് ഇറങ്ങിയ മുകളിലേക്ക് പോലെ ഇതിലിറങ്ങി അങ്ങോട്ട് പോകും. ഇതുണ്ട് ഇറങ്ങി പോകുന്ന വഴിയുണ്ടോ? ഇതിലിങ്ങനെ ഇറങ്ങിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഒരു പറമ്പിലേക്ക് പോകുന്നത്. അപ്പുറത്തെ സൈഡാണ് ആ ഒരു പറമ്പ്. ഇതൊക്കെ പട്ടയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പട്ടയുള്ള സ്ഥലമാണ്. എടുത്ത് പെറുക്കി വീഴുമല്ലേ? മൊത്തം വിഴുങ്ങി തിന്നും അല്ലേ? 60 കിലോ അണ്ടി കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 15 കിലോ ഒക്കെ അറ്റടിക്കുക ഇപ്പോൾ ഇല്ലേ? 15 കിലോ ഇന്നലെ പെറുക്കിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ 2 പേര് 30 അങ്ങനെ ചുവന്നോട് പോകുന്നതാണ്. ഇന്നലെ ഞങ്ങൾ ഇത് പെറുക്കി ചെല്ലുമ്പോഴേ ഈ ആനയെ കാണുന്നത്. 15 കിലോ നിങ്ങൾ ഞെട്ടിപ്പോയി കാണും അല്ലേ? ഞെട്ടിപ്പോയ കാറിക്കൊണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു. ഇത് ജീവനുണ്ടോ ഇത് കിടക്കുവാണെന്ന് അറിയത്തില്ല. അല്ലേ? എന്നിട്ട് പിന്നെ ആൾക്കാരെ പോയി വിളിച്ചാ? ഞങ്ങൾ വേഗം പോയിട്ട് വീട്ടിൽ പോയി പറഞ്ഞു ആന ഇവിടെ കിടപ്പുണ്ട്, ഒരു ആന ഇവിടെ ചെറിയ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ പോയി ഫോറസ്റ്റുകാർ വിളിച്ചു. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആനപ്പിണ്ടം. ഇതെല്ലാം ഇന്നലെ ദുരിത ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ. പഴയതും പുതിയതുമായ ഒത്തിരി ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു തോട്ടമൊക്കെ നശിപ്പിച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി കഴിഞ്ഞല്ലേ? പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് തയ്യൊന്നും ആരും ഒന്നും അടിയല്ലോ. തൈ വെച്ചിട്ട് കാര്യമില്ല. ഉള്ളത് കഴിഞ്ഞല്ലേ? ഉള്ളത് അങ്ങ് പറിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ അടുത്ത പോലെ ഇതിൻ്റെ ബാക്കിയെല്ലാം കൂടെ ആന കളയും. പിന്നെ ഇതിനകത്തുകൊണ്ട് ഇത് നട്ട് വെച്ചിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ നമുക്ക് പേടിയാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ കാടായി പോകും തോന്നുന്നല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ബബർ സോണിൻ്റെ കണ്ടീഷൻ വരും. തന്നെ ഓട്ടോമാറ്റിക് ഇത് ഫോറസ്റ്റ് ആവും. ആനയും പന്നിയും മാത്രമേ കാണുള്ളൂ. ഇത് ഈ റോഡിൽ തന്നെ നേരെ കയറി വരിക അങ്ങോട്ട് മുകളിലോട്ട്. ഇത് ഒരു വൈൽഡ് ലൈഫാണ്. ഇങ്ങോട്ടുള്ള എല്ലാത്തിനും കൊണ്ട് തട്ടി വിടുന്നത്. അവിടെ നിങ്ങൾ കയറി പോരും അല്ലേ? കാട്ടിലൊരു സാധനം ഇല്ല കഴിക്കാനായിട്ട്. ഇവിടെ വന്നിട്ട് അവിടുത്തെ വാഴ മൊത്തം കളഞ്ഞിട്ട് 2 കവുങ്ങ് കാണാം കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെ കേട്ടോ. അവിടെയൊക്കെ ചവിട്ടി മെതിച്ച് വെച്ചേക്കുന്ന കാണാം. ഇതിങ്ങനെ കയറി അങ്ങോട്ടും അപ്പുറത്തോട്ടും പോവോ? ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ടും എല്ലായിടത്തോട്ടും പോകും. എല്ലായിടത്തും ഉണ്ടല്ലേ? പോകുന്ന ആന പോകുന്ന വഴിയല്ലേ? അതെല്ലാം ആന പോകുന്ന വഴിയാണ്. കണ്ടോ, ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇതിലെ കയറിപ്പോകുന്നൊരു വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ, മൊത്തം മണ്ണ് മാറി കിടക്കുന്നുണ്ട്. അതിലെ അങ്ങനെ കയറിയാണ് ആന പോകുന്നത് കേട്ടോ. വല്ലാത്ത കഷ്ടം തന്നെയല്ലേ? ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ടാപ്പിങ് ആരും വരുന്നില്ല വെട്ടാൻ. റബ്ബർ വെട്ടാൻ ആരും വരില്ല. റബ്ബർ ഈ വർഷം റബ്ബർ വെട്ടിയില്ല. ഈ വർഷം ഒരു 2 ആഴ്ച വെട്ടി വന്നിട്ട് അവർ ആന
ശല്യം എന്ന് പറഞ്ഞിട്ട് അവരിട്ടിട്ട് പോയി. ഉണ്ടോ ഈ വർഷം റബ്ബർ വെട്ടിയില്ല, ആനപ്പേടി കാരണം ടാപ്പിങ് ആരും വരുന്നില്ല എന്നിട്ട് പറഞ്ഞേ. ഇതിലൊക്കെ ആന ഇതേ പോകുന്നുണ്ടല്ലേ? ഇതെല്ലാം കയറുന്ന വഴിയാണ്. ഈ പറമ്പിൽ എവിടെയൊക്കെ വഴിയുണ്ടോ അതിലൊക്കെ ഇത് ആന ഉണ്ടാക്കിയ വഴിയല്ല, ഞങ്ങൾ ഉണ്ടാക്കിയ വഴി. എല്ലാം ഇതുണ്ടോ ഇതിലൊക്കെ കയറി അങ്ങ് പോവുക കേട്ടോ. ഇതിലൊക്കെ നടക്കാൻ പറ്റുമോ അതിലൊക്കെ പോകുന്നുണ്ട്. ഇതുണ്ടോ ഇതും ഇങ്ങനെ കയറി പോകുന്ന കേട്ടോ വഴി. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതിനകത്തോടെ കാണുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും അപ്പോൾ ടാപ്പിങ്ങാരൊക്കെ നിർത്തിയില്ലേ? ആണല്ലേ? ഇത്രയും വെളുപ്പിനൊക്കെ വന്ന് വെട്ടാനും പറ്റിയല്ലോ. അങ്ങനെ ടാപ്പിങ് നിർത്തിയില്ലേ? ഇനിയിപ്പോൾ ഈ ഉള്ള മരം കൂടെ തീർന്നു കഴിഞ്ഞാൽ അണ്ടിയിലും നിർത്തും. അണ്ടി പകുതി വരെ കിട്ടുന്നില്ലെന്ന്. എന്നോട് പറഞ്ഞു 60 കിലോ അണ്ടി ഉള്ളിടത്ത് 15 കിലോ അണ്ടി കിട്ടുന്നിടത്ത് ഇല്ല, അണ്ടിയേ ഇല്ല. ഈ ആനപ്പിണ്ടം നോക്കി നടക്കേണ്ട അവസ്ഥയായില്ലേ? ആനപ്പിണ്ടം പെറുക്കി അതിന്റെ ചെരിഞ്ഞ് നോക്കി കാണാം വണ്ടി. മാങ്ങായി രണ്ട് ആന കശുവണ്ടി അതുപോലെ തന്നെ മാങ്ങയും തീർക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു തോട്ടത്തിലെ കാഴ്ച കണ്ടു കേട്ടോ. ഇത് കച്ചേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാട്ടിൽ നിന്ന് ആനകൾ കൂട്ടത്തോടെ ഇങ്ങനെ ഇറങ്ങുകയാണ്. ആർലം ഫാമിൽ നമ്മൾ കണ്ടതിന് സമാനമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഉള്ളത്. പകലിത് കാട്ടിലേക്ക് കയറിപ്പോകും, രാത്രി ആകുമ്പോൾ അതായത് വൈകിട്ടൊരു 6 മണി ആകുന്നതിന് മുന്നേ തന്നെ ആന ഇറങ്ങി തുടങ്ങും. നേരം വെളുത്തൊരു 7 മണിയൊക്കെ കഴിഞ്ഞാലേ ഇവിടുന്ന് പോവുള്ളൂ. കംപ്ലീറ്റ് തീർക്കുക കേട്ടോ, കംപ്ലീറ്റ് തീർക്കുക. ഈ പറമ്പിൽ ഇനി ഒരു സാധനം ബാക്കിയില്ല. കശുവണ്ടി ഇല്ല. റബ്ബർ വെട്ടുകാർ റബ്ബർ വെട്ട് നിർത്തി. കശുവണ്ടി അണ്ടി മുഴുവൻ തിന്നുക, ഒരൊറ്റ അണ്ടി പോലും ബാക്കിയില്ല. ആനപ്പിണ്ടത്തിൽ നിന്ന് അണ്ടി വറക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ആൾക്കാർക്കുള്ളത്. ഇപ്പോൾ ആ ചേട്ടൻ കാണിച്ച പോലെ തന്നെ ഇവർ രാവിലെ വന്ന് ആനപ്പിണ്ടം കുത്തിപ്പൊളിച്ച് അതിൻ്റെ അകത്ത് നിന്ന് അണ്ടി എടുക്കുക. അത് നമ്മൾ തമാശയ്ക്ക് ഇതിനു മുന്നേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ പോലും, പക്ഷേ അത് തമാശയല്ല, അതിപ്പോൾ റിയലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിപ്പോൾ ആനപ്പിണ്ടം തപ്പി നടക്കേണ്ട അവസ്ഥയാണ്. കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർ അണ്ടി വറക്കി ജീവിക്കുന്നവർക്ക് അതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഈ 1-2 ഏക്കറൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പോകും. കാരണം അവരുടെ ഉള്ള കഞ്ഞൂടിയും കൂടെ മുട്ടിപ്പോകും. വലിയ തോട്ടക്കാർക്കൊന്നും അത്ര ബുദ്ധിമുട്ട് വരികയില്ലെങ്കിൽ പോലും ചെറിയ തോട്ടക്കാരൊക്കെ ബുദ്ധിമുട്ടിപ്പോകും. അതുപോലെ തന്നെ കുറച്ച് കാട്ടിൽ പോയിട്ട് ആനപ്പിണ്ടത്തിൽ അണ്ടി വറക്കാൻ പറ്റുമോ? അതെ, ഒന്നും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അണ്ടിയൊന്നും തീരെ കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അണ്ടി വറക്കലും ഉടമസ്ഥർ നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണിക്കാരുടെ ജോലിയും കൂടെ പോകും. അപ്പോൾ ഇതൊരു വലിയ ഒരു മേഖലയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ തൊട്ട് പുറകിൽ നമുക്ക് കാണാം, ഇവിടെ ഈ ഒരു പ്രദേശത്തെ വാഴ കംപ്ലീറ്റ് നശിപ്പിച്ചത് കേട്ടോ. കംപ്ലീറ്റ് വാഴയെ നശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ആൾക്കാർ പൊറുതിമുട്ടി ഇപ്പോൾ ഉള്ള ഈ ഒരു കശുവണ്ടിത്തോട്ടം അല്ലെങ്കിൽ ഈ അണ്ടിത്തോട്ടം തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മരങ്ങളൊക്കെ ആന ഒടിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൃഷിയില്ല. ഇപ്പോൾ ഉള്ളതിൽ നിന്നുള്ള ആദായം എടുക്കുന്നതല്ലാണ്ട്, അതുപോലെ തന്നെ റബ്ബറും. പിന്നെ രണ്ടാമതൊരു കൃഷിയില്ല. അതോടുകൂടി ഈ കൃഷി തീരും. ഇവർ പറഞ്ഞു കേട്ടില്ല, ബഫർ സോണായി മാറും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതാകും. അതിന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ജനങ്ങൾക്ക് പട്ടയമുള്ള പറമ്പിൽ കരമടയ്ക്കുന്ന നാട്ടിൽ വന്യമൃഗങ്ങൾ ഇതുപോലെ ശല്യം ഉണ്ടാക്കുമ്പോൾ ഈ ജനം കരമടയ്ക്കുന്നതിന് എന്ത് വിലയാണ് ഈ ഒരു ഗവൺമെൻറ് കൊടുക്കുന്നതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലെ മൃഗങ്ങളെ തുറന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇതേ അവസ്ഥ തന്നെ. നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ പേടിച്ച് ജീവിക്കുകയാണ്, ജീവൻ നിലനിർത്തി പോവുകയാണ്. അപ്പോൾ എങ്ങനെ എത്ര കാലം മനുഷ്യർ ജീവിക്കും? നമ്മൾ ഇപ്പോൾ എന്താ പറയുക, പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും. ഇതൊക്കെ ഭാവിയിൽ കാടായി മാറും. അതാണ് നടക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ തീരുള്ളൂ. കാരണം അവശേഷിക്കുന്ന കുറച്ച് കർഷകരെങ്കിലും അവരെങ്കിലും നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകും. എല്ലാം ഇത് ഒരു തരത്തിലും ഒരു നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, എത്രയോ വർഷമായിട്ട് 10-60 വർഷമൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ, 70 വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ, അവരുടെയൊക്കെ പറമ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷത്തിനുള്ളിലാണ് ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള വന്യമൃഗശല്യം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു കാരണമുണ്ട്. ആ ഒന്നാമത്തെ കാരണം വന്യമൃഗങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. രണ്ടാമത്തെ കാരണം ഇതിനെ എഫക്റ്റീവായിട്ട് കാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു വഴികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളോ ട്രെഞ്ച് മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ കാട്ടിൽ തന്നെ ഇതിന് ഭക്ഷണം ഒരുക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല. വലിയൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആന ചത്തു എന്ന് പറഞ്ഞപ്പോഴും നമ്മളിപ്പോൾ വയനാട്ടിലൊക്കെ കാണുന്ന പോലെ ചെന്ന് ഇങ്ങനെ
കണ്ടുപോകും എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇതുപോലെ ഭീകരമായിട്ട് ദിവസവും 8, 10, 15, 20 ആനയൊക്കെ ഈ പറമ്പിൽ നിന്ന് വിളയാടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.